എന്റെ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ വീടുകളിൽ എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം, നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ വിട്ടുപോയതിനു ശേഷം നമ്മൾ കരഞ്ഞിട്ട് നിലവിളിച്ചിട്ടും കാര്യമൊന്നുമില്ല. ചില കാര്യങ്ങൾ നമ്മൾ അറിയുകയും യഥാസമയം പ്രതികരിക്കുകയും വേണം. നമുക്ക് ചുറ്റും നമ്മുടെ പരിചയക്കാരോ അല്ലാത്തവരായി വീടുകളിൽ സംഭവിക്കുമ്പോൾ അത് നമ്മുടെ പ്രശ്നമായി ഇന്ന് കാണാൻ കഴിയണം. ദയവായി ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണണം. ഇതിന് കമന്റ് എഴുതണോ ബാക്കി എന്തെങ്കിലും ചെയ്യണോ നിങ്ങളുടെ താല്പര്യം. പക്ഷെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നിങ്ങൾ കൊടുക്കണം. അവരൊന്ന് കാണട്ടെ, മുഴുവൻ ആൾക്കാർ മനസ്സിലാക്കട്ടെ ഇവിടെ എന്താണ് സംഭവിക്കുന്നുള്ളത്. നാളെ നമ്മുടെ കുടുംബത്തിലൊന്നും സംഭവിക്കരുത്. കുറച്ച് ഉദാഹരണങ്ങൾ കൂടി നിങ്ങളോട് പറയാനുണ്ട്. വീഡിയോ ചിലപ്പോൾ അല്പം നീളം കൂടിയേക്കാം. കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം നടന്ന അതിദാരുണമായ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു സംഭവം. ഒരു ചെറിയൊരു കുട്ടി, 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി, ദേവാൻസ് എന്ന് പറയുന്ന ഒരു പിഞ്ചു കുഞ്ഞ്, ആ കുഞ്ഞിനെ ആശുപത്രിക്കാർ കൊന്നുകളഞ്ഞു. വെറും 1.5 വയസ്സുള്ള ആ കുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നിടയിൽ ഒന്ന് വീണ് ചുണ്ടിന് ഒരു ചെറിയൊരു മുറിവ് പറ്റിയപ്പോൾ അത് തുന്നിടാൻ വേണ്ടിയിട്ടാണ് ആ കുഞ്ഞിനെ ആശുപത്രി കൊണ്ടുപോയത്. കളിക്കുന്നതിനിടയിൽ വീണ് ചുണ്ടിൽ സംഭവിച്ച ആ ഒരു ചെറിയൊരു മുറിവ്, പല്ലുകൊണ്ടുണ്ടാകുന്നു അല്ലെങ്കിൽ അല്ലാതെ ഉണ്ടാകുന്ന ഒരു മുറിവ്, അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്മീഡിയറ്റ് പ്ലാസ്റ്റിക് സർജറി വേണമെന്ന് പറഞ്ഞിട്ട് ആശുപത്രി അധികൃതർ അങ്ങോട്ട് കച്ചവടത്തിൽ കയറ്റുകയാണ്. അവിടെ മുതൽ തുടങ്ങുകയാണ് കച്ചവടം എന്ന് പറയുന്നത്. ഒരാൾ അവിടെ കെട്ടിക്കഴിഞ്ഞാൽ അതിനെ ഏതൊക്കെ വിധത്തിൽ കച്ചവടം ചെയ്യാന്നാണ് ആലോചിക്കുന്നത്. ജീവന് യാതൊരു വിലയില്ല. അവർക്ക് ആവശ്യമായ മെഡിസിൻ അങ്ങോട്ട് കയറ്റണം. അതുപോലെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യണം. സർജറി ആണെങ്കിൽ സർജറി ചെയ്യണം. ഇനി തല മുറിച്ചിട്ട് വേറെ ആർക്കെങ്കിലും വെക്കാൻ പറ്റുമെങ്കിൽ അതൊക്കെ അവർ ചെയ്യും. കാരണം അവർക്ക് പണം മതി. ഇത് പ്രീമാച്യൂർ ബേബിയാണ്. മാസം തികയാതെ ജനിച്ച ഒരു കുട്ടിയാണ്. വളരെ ശ്രദ്ധയും കരുതലും ആവശ്യമായുള്ള ഒരു കുഞ്ഞ്. 7 മാസം കൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് പുറത്തേക്ക് വന്നിട്ട് പിന്നെ ആ രീതിയിൽ വളർത്തി കൊണ്ടുവന്ന കുഞ്ഞാണ്. ആ ചുണ്ടിലെ മുറിവ് തുന്നിക്കെട്ടുക എന്നുള്ള ഒരു അത്യാവശ്യം അത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അത് മാത്രം ചെയ്താൽ മതി. അല്ലാതെ ഒരു പ്ലാസ്റ്റിക് സർജറി അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ നിശ്ചയിക്കുന്നതിന് മുമ്പ് അടിയന്തരമായി നടത്തേണ്ട കുറെ പ്രീ അനസ്തേഷ്യ പരിശോധന ടെസ്റ്റുകളുണ്ട്. അത്തരത്തിലുള്ള ടെസ്റ്റുകളോ മറ്റ് വിശദമായിട്ടുള്ള മെഡിക്കൽ പരിശോധനകളോ വിശകലനങ്ങളോ ഒന്നും നടത്തിയിട്ടില്ല. അതൊന്നും ചെയ്യാതെ യാതൊരുവിധ മെഡിക്കൽ എത്തിക്സും പാലിക്കാതെ എല്ലാം കാറ്റിൽ പറത്തിയിട്ട് കേവലം ബിസിനസ്, അതായത് ബിസിനസ് മനുഷ്യന്റെ ജീവൻ വെച്ചുള്ള കളി, അതാണ് ഈ വലിയ ആശുപത്രികൾ നടക്കുന്നത്. അലോപ്പതി ആശുപത്രികൾ കൊലോപ്പതി ആശുപത്രികളാണ്, ഒരു സംശയം വേണ്ട. അവർക്ക് വേണ്ടി നമ്മുടെ സർക്കാർ നിയമം പോലും ഉണ്ടാക്കി വെച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ കയറി ആരും ചോദ്യം ചെയ്യാൻ പാടില്ല, ആരും മിണ്ടാൻ പാടില്ല. എന്ത് കാണിച്ചാലും, എന്ത് തോന്നിയാസം കാണിച്ചാലും നിങ്ങൾ എഴുതി ഒപ്പിട്ട് തന്നിട്ടുണ്ടെന്ന് പറയും. നമ്മുടെ കുട്ടികളെ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയെ, നമ്മുടെ മാതാവിനെ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ആശുപത്രി കൊണ്ട് ചെല്ലുമ്പോൾ അവർ നീട്ടിപ്പിടിച്ച ഒരു ലിസ്റ്റ് ഈ ഇൻഷുറൻസ് കമ്പനിയിൽ പോളിസി എടുക്കാൻ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും എടുക്കാൻ തരുമ്പോൾ നീണ്ടു തരുന്ന കുറിപ്പ് പോലെ കുറെ സാധനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും. നമുക്കിത് വല്ലതും വായിച്ചാൽ കിട്ടുമോ? ഇത് മുഴുവൻ വായിച്ച് തീർത്തിട്ട് ഒപ്പുവെക്കാനാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം പരിപാടി നടക്കും? ഇല്ല, ആർക്കും മനസ്സിലാവുകയില്ല. എന്നിട്ട് എന്റെ താഴെ ഇവിടെ ഒന്ന് ഒപ്പിടാൻ പറയും. എന്ന് പറഞ്ഞാൽ ഇനി ആശുപത്രി എന്തൊക്കെ ചെയ്താലും നിങ്ങളുടെ ശരീരം കുത്തി കീറി നിങ്ങളുടെ അവയവങ്ങൾ ഓരോന്ന് പീസായിട്ട് എടുത്ത് വിറ്റ് നിങ്ങളെ കൊന്ന് കുഴിച്ചിട്ട് കഴിഞ്ഞാലും ആശുപത്രിക്കാർ ഉത്തരവാദിയല്ല എന്ന് എഴുതി ഒപ്പിട്ട് വാങ്ങുകയാണ് നിങ്ങൾ അവരിൽ നിന്ന്. ഇമ്മമാര് കള്ളന്മാരല്ലേ ഈ ആശുപത്രിക്കാരെന്ന് പറയുന്നത്. കണ്ണൂരിലെ ഈ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നു, ആ ഹോസ്പിറ്റലാണ് ഇമ്മാരിയുള്ള തെമ്മാടിത്തരം നടന്നതെന്ന് പറയുന്നു. അവർ കൊള്ള നടത്തിയതാണോ? അവർ കള്ളന്മാരാണോ? അവർ പറയട്ടെ. അവർ കള്ളന്മാരല്ല എന്നുണ്ടെങ്കിൽ അവർ തെളിയിക്കട്ടെ. അല്ല, ഈ ഒരു കുഞ്ഞിനെ പരിശോധിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണ്ടേ? അനസ്തേഷ്യ കൊടുക്കുന്നതിന് മുമ്പ് എന്തെല്ലാം പരിശോധന നടത്തണം? 1.5 വയസ്സിലുള്ള കുട്ടിക്ക് ചികിത്സ തുടങ്ങുന്നതിന് മുമ്പ് രോഗിക്ക് വരാവുന്ന ആകെ ചെലവുകളെ കുറിച്ച് അല്ലെങ്കിൽ നിരക്കുകളെ കുറിച്ച് ഒന്നും ഒരക്ഷരവും ഇല്ല. കാര്യം കൊന്നു കഴിഞ്ഞിട്ട് ബില്ലിങ് ഇട്ട് തരും. കഴിഞ്ഞ ദിവസം ഞാൻ ഇതിനെ സംബന്ധിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. ഈ രോഗികളെയോ അവരുടെ കുടുംബാംഗങ്ങളെയോ അല്ലെങ്കിൽ മറ്റാരെയും സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ ചൂഷണം ചെയ്യുന്നതാണോ എന്ന് ഒന്ന് ആലോചിക്കാൻ പോലും സമയം കൊടുക്കുന്നില്ല. മറ്റൊരു അന്വേഷണമില്ല, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും കൊണ്ടുപോകാനുള്ള അവസരമില്ല. കിട്ടിക്കഴിഞ്ഞാൽ അതോടുകൂടി കൊലക്കളമായി മാറാണ്. ഇന്ന് കേരളത്തിലെ ഭൂരിഭാഗം സ്വകാര്യ കോർപ്പറേറ്റ് ആശുപത്രികളിലും വ്യാപകമായി നടക്കുന്നത് കൊള്ളയും കൊലയുമാണ്. കാര്യം അവരങ്ങ് കൊന്നുകളയാണ്, ആവശ്യമില്ലാത്ത മരുന്നുകൾ എടുത്തങ്ങൾ ഉപയോഗിക്കുകയാണ്. എന്നാൽ ഈ പന്നിക്കൂട്ടങ്ങൾ ഈ മരുന്നുകളൊന്നും ഉപയോഗിക്കണ്ട, അവർക്ക് ആവശ്യമായ മാന്യമായ ചികിത്സ മാത്രം കൊടുത്തിട്ട് അത് ചെയ്തു, ഇത് ചെയ്തു, സർജറി ചെയ്തു, മറ്റത് ഇത് മറിച്ചെന്ന് പറഞ്ഞിട്ട് ഈ പൈസ വാങ്ങിയിട്ട് ജീവനെങ്കിൽ തന്നൂടെ ഈ ചെന്നായ്ക്കൾക്ക്. അതിന് പകരം ആവശ്യമില്ലാത്തതും എല്ലാവട്ടും അടിച്ചങ്ങോട്ട് കയറ്റി അതിന് കൊന്ന് കുഴിച്ചു മൂടിയിട്ട് പിന്നെ നിങ്ങൾ ഒപ്പിട്ടു എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വിടുകയാണ്. അതിന് വേണ്ടിയിട്ട് സർക്കാർ ഒപ്പിട്ട് കൊടുക്കുകയാണ് ഓരോ കാര്യങ്ങൾ. ആശുപത്രിയുടെ ഇത്തരത്തിലുള്ള പണക്കൊതി, ലാഭകേന്ദ്രീകൃതമായിട്ടുള്ള സമീപനങ്ങൾ, ഇതൊക്കെ കാരണം ഒരു ചുണ്ടിലെ ഒരു ചെറിയൊരു മുറിവ് മാറ്റാൻ വന്ന നിരപരാധിയായിട്ടുള്ള ഒരു കുഞ്ഞിന് തന്റെ വിലപ്പെട്ട ജീവൻ തന്നെ ബലി നൽകേണ്ടി വന്നു എന്നത് ഈ കച്ചവടത്തിന്റെ, ഈ കൊള്ളക്കാരുടെ, ഈ വ്യവസ്ഥയുടെ ക്രൂരതയാണ് തുറന്നു കാട്ടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ മാതാപിതാക്കൾ എത്ര പ്രതീക്ഷയോടെയാണ് ആ കുട്ടിയെ ആ രീതിയിൽ വളർത്തിക്കൊണ്ടുവന്നത്. അവരുടെ ഒരുപാട് കാലത്തെ പ്രതീക്ഷയാണ് കുട്ടി. വീട്ടിൽ പ്രസവിച്ചു, അതിനുശേഷം ഹോസ്പിറ്റലിൽ മരിച്ചു, വീട്ടിൽ പ്രസവിച്ചുകൊണ്ട് മരിച്ചു എന്ന് പറഞ്ഞിട്ട് മറ്റെവിടെയെങ്കിലും ഈ കുട്ടികൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇവരെ മുണ്ടുരിഞ്ഞിട്ട് തലയെ കെട്ടിക്കൊണ്ട് തലയും കുത്തി നിൽക്കുന്നത് കണ്ടിട്ടില്ലേ ഈ പറയുന്ന ആശുപത്രി മാഫിയയും അതുപോലെ ഈ പോലീസുകാരും ബാക്കിയുള്ളവരും? നമുക്കറിയാമല്ലോ, ഈ അടുത്ത കാലത്ത് വീട്ടിൽ പ്രസവിച്ചു എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പ്രസവിക്കുന്ന ഒരു സിസ്റ്റർ ഉണ്ട്. പണ്ട് കാര്യം വീട്ടിലല്ലേ പ്രസവിച്ചിരുന്നത്.
വീട്ടിൽ നല്ല ആരോഗ്യത്തോടെ പ്രസവിച്ച കുട്ടി കുറെ ദിവസം കഴിഞ്ഞപ്പോൾ അതിന് മറ്റെന്തോ അസുഖം വന്നു. ആ അസുഖം കൊണ്ട് അത് ആശുപത്രിയിലേക്ക് ചെന്നപ്പോൾ ഈ കുട്ടി വീട്ടിൽ പ്രസവിച്ചതാണെന്ന് അവർക്ക് മനസ്സിലായപ്പോൾ അതിനെ പിന്നെ മരുന്ന് മാറി പരീക്ഷിച്ചിട്ടാണോ മരുന്ന് കൊടുത്ത് കൊന്നതാണോ എന്നറിയില്ല, അതിനങ്ങോട്ട് കൊന്നിട്ട് വീട്ടിൽ പ്രസവിച്ചത് കൊണ്ട് അത് കുട്ടി മരിച്ചു എന്ന് പറഞ്ഞത്. വീട്ടിൽ പ്രസവിച്ചത് 1 മാസം മുമ്പാ, മനസ്സിലാക്കണം. 1 മാസം കഴിഞ്ഞ് ഒരു മൂക്കിപ്പനി വന്ന് ആശുപത്രി കൊണ്ടുപോയിട്ട് അതിനെ കൊന്നു കഴിഞ്ഞിട്ട് അത് വീട്ടിൽ പ്രസവിച്ചുകൊണ്ടെന്ന് പറഞ്ഞ് വിവാദം ഉണ്ടാക്കുന്നവരാണ് ഈ കുരുന്നിനെ കൊന്നുകളഞ്ഞെന്ന് മനസ്സിലാക്കണം. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. മറ്റ് വിഭാഗങ്ങൾ എവിടെയെങ്കിലും ചികിത്സിച്ചിട്ട്, അതും ഇവർ കൈയൊഴിഞ്ഞതായാലും മതി, ഈ പറയുന്ന കൊലോപ്പതി വകുപ്പ് കൈയൊഴിഞ്ഞ് ഇനി വീട്ടിൽ കൊണ്ട് പൊയ്ക്കോളൂ, ഇനി രക്ഷയില്ല എന്ന് പറയുന്ന കുട്ടികളോ മുതിർന്നവരോ ആരെയും കൊണ്ടുപോയി മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ ചികിത്സിക്കാനൊന്ന് ശ്രമിച്ച് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിട്ട് അവിടെയും പരാജയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ ചികിത്സിച്ചവനെ തൂക്കിലേറ്റുന്നൊഴികെയുള്ള ബാക്കി മുഴുവൻ കാര്യങ്ങൾ ചെയ്യുന്നതല്ല ഈ ചെന്നായി കൂട്ടങ്ങൾ, ഈ തന്തയ്ക്ക് പറക്കാത്തവന്മാരെന്ന് പറയുന്നതൊന്ന് ആലോചിച്ച് നോക്ക്. കേരളത്തിലെ മെഡിക്കൽ മേഖലയെ പൊതുജനാരോഗ്യ സംവിധാനവും ആകെ വിഴുങ്ങിയിരിക്കുന്ന മരുന്ന് മാഫിയയുടെ ക്രൂരതകൾ വളരെ ആഴത്തിലുള്ളതും വളരെ ഭീതിജനകവുമാണ്, പറയാതിരിക്കാൻ വയ്യ. അന്താരാഷ്ട്ര ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ, മെഡിക്കൽ രംഗത്തെ ഒരു വിഭാഗം ഡോക്ടർമാര്, വൻകിട ആശുപത്രി മാനേജ്മെന്റുകൾ, ഇവരൊക്കെ തമ്മിൽ നിൽക്കുന്ന അതീവ രഹസ്യവും അനധികൃതമായിട്ടുള്ള അവിശുദ്ധ ബന്ധങ്ങളുണ്ട്. ആ അവിശുദ്ധ ബന്ധങ്ങൾ രോഗികളെ കേവലം ലാഭമുണ്ടാക്കാനുള്ള വെറും ഒരു കച്ചവട ചരക്കായിട്ട് അല്ലെങ്കിൽ വെറും ഒരു പ്രൊഡക്റ്റായിട്ട് മാത്രമാണ് കാണുന്നത്. അവരുടെ ജീവനോ ജീവിതത്തിനോ അവരുടെ കുടുംബത്തിനോ കുടുംബജീവിതത്തിനോ സാമൂഹ്യ ബാധ്യതയ്ക്കോ മറ്റൊന്നും ഒരു പരിഗണനയും അവർ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. തങ്ങൾ നിർദ്ദേശിക്കുന്ന പ്രത്യേക ബ്രാൻഡുള്ള മരുന്നുകൾ തന്നെ വിറ്റഴിക്കുന്ന ഡോക്ടർമാർ, അല്ലെങ്കിൽ അങ്ങനെ എഴുതി കൊടുക്കുന്നത് ഇന്ന മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഇന്ന മരുന്ന് തന്നെ വാങ്ങി കഴിക്കണം. വലിയ തുകയുടെ കാഷ് കമ്മീഷൻ കിട്ടുന്നുണ്ട്. കുടുംബത്തോടൊപ്പം ആഡംബര വിദേശ യാത്രകളുണ്ട്, വില കൂടിയ സമ്മാനങ്ങളുണ്ട്. ഇത്തരത്തിൽ മരുന്ന് കമ്പനികൾ യഥേഷ്ടം വാരി കോരി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിന്റെ നേരിട്ടുള്ള ഒരു ഫലമാണ് രോഗികൾക്ക് ഒരാവശ്യവുമില്ലാതെ വലിയ വിലയുള്ള ബ്രാൻഡഡ് മരുന്നുകൾ എഴുതുന്നതും ലാബുകളുമായി ചേർന്നിട്ട് അനാവശ്യമായ മെഡിക്കൽ ടെസ്റ്റുകളും റൂട്ടീൻ പരിശോധനകളൊക്കെ നിർബന്ധമാക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അത് ഇടയ്ക്കിടയ്ക്ക് നടത്തുന്ന മെഡിക്കൽ ടെസ്റ്റ് ഒക്കെ എവിടെയാണ് നമ്മളെ കൊണ്ട് ചെന്നെത്തിക്കുന്നത് എന്ന്. ആവശ്യമില്ലാത്ത സർജറി പോലും നടത്തി പണം തട്ടുന്ന ഇവിടുത്തെ സ്വകാര്യ മേഖലയിൽ അസാധാരണ കീഴ്വഴക്കമായി മാറിയിരിക്കുന്നു മനസ്സിലാക്കണം. എന്റെ നാട്ടിലും അത്തരത്തിലുണ്ട്. മടമ്പൊന്ന് ചെരിഞ്ഞതിന് സർജറി ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞ പരപ്പനങ്ങാടിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയുണ്ട്, മനസ്സിലാക്കണം. ചെരുപ്പ് പുറത്താ, അവിടെ ചെരുപ്പ് പള്ളി കയറുന്നത് പോലെ ചെരുപ്പ് പുറത്തിട്ട് കാരണം അവർ സർജറി, അനങ്ങിയ സർജറി. എന്റെ മകനെയും കൊണ്ടുപോയിരുന്നു അവിടെ എറണാകുളത്ത് ഒരു മെഡിക്കൽ ഹോസ്പിറ്റലിൽ, അതായത് ഗവൺമെന്റ് ആശുപത്രിയിൽ. അതൊന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞ് പ്ലാസ്റ്റർ ഇട്ട് കൊടുത്ത കേസിൽ 4 ദിവസം കഴിയുമ്പോൾ ഒന്ന് വന്ന് കാണിക്കുക എന്ന് പറഞ്ഞ് 4 ദിവസം കഴിഞ്ഞ് ചെന്നപ്പോൾ അവിടെ എക്സ്റേ എടുക്കണം, പരിശോധിക്കണം. എക്സ്റേ എടുത്തപ്പോൾ സ്ക്രാച്ച് കണ്ടു, സർജറി ചെയ്യണം, ഇല്ലെങ്കിൽ ഇങ്ങനെ മടങ്ങി പോകത്രേ. നമ്മളെന്താ പൊട്ടന? ആ തെണ്ടിത്തരം കാണിച്ച ആ ഡോക്ടർ പറഞ്ഞത് മടങ്ങുമ്പോൾ ഇങ്ങനെ പോകുന്ന ജോയിന്റിലാണെന്നുണ്ടെങ്കിൽ പറഞ്ഞത് അംഗീകരിക്കാം. ജോയിന്റിന്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും സ്ക്രാച്ച് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇങ്ങനെ പോണത്? സർജറി ചെയ്യണമെന്ന് പറഞ്ഞത്. എന്നെ മുകളിലേക്കും താഴേക്കും നോക്കുക, എവനോ വല്ല കപ്പാസിറ്റി ഉള്ളതാണോ പറയാൻ പറ്റുമോ? ആളെ അറിയാൻ വയ്യ. എന്നിട്ട് എഴുതുന്ന എഴുത്ത് കണ്ടപ്പോൾ മനസ്സിലായി. ഞാൻ എന്റെ മകനോട് പറഞ്ഞു, ഇത് പണി ഒപ്പിക്കാനുള്ള പരിപാടിയാണെന്ന്. അതുപോലെ തന്നെ ഞങ്ങളൊരു ജീവൻ മതി, ഞങ്ങൾ പോകണമെന്ന് പറഞ്ഞിട്ട് അവർക്കുള്ള പൈസയും കൊടുത്തിട്ട് ഞങ്ങളിങ്ങി പോകുന്നു. ഒന്നും സംഭവിച്ചില്ല. 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴേക്ക് അത് ഭേദപ്പെട്ടു, ഒരു പ്രയാസം ഉണ്ടായില്ല. അപ്പോൾ സർജറിയാണ്, അനങ്ങൽ സർജറിയാണ്. ഇതുപോലെ ചെറിയ ആശുപത്രി മുതൽ വലിയ ആശുപത്രി വരെ മുഴുവൻ സ്ഥലങ്ങളും കൊള്ളയാണ്. അലോപ്പതി ആശുപത്രികൾ ബഹുഭൂരിപക്ഷവും കൊള്ളാലയങ്ങളാണെന്ന് മനസ്സിലാക്കണം. നമ്മുടെ മന്ത്രിമാരും നമ്മുടെ ആരോഗ്യവകുപ്പും എല്ലാം അതിന് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അവർക്ക് ആവശ്യമായ നിയമങ്ങൾ പോലും ഉണ്ടാക്കി കൊടുത്തത്. അതായത് ആശുപത്രിയിൽ ആരെങ്കിലും പ്രതികരിച്ചാൽ അവര് സുരക്ഷിതരാണ്, അവരൊന്നും ചെയ്യാൻ പാടില്ല, ഒന്നും പറയാൻ പാടില്ല. മാരക രോഗങ്ങൾ പിടിപെട്ട് ജീവിതത്തിനും മരണത്തിനും മധ്യം നിൽക്കുന്ന മനുഷ്യരുടെ നിസ്സഹായാവസ്ഥയും ഭയത്തെയും അതിക്രൂരമായിട്ടാണ് ഈ മാഫിയ ചൂഷണം ചെയ്യുന്നത്. ക്യാൻസർ മരുന്നുകൾ പോലുള്ള വലിയ വില കൂടിയ ജീവൻ രക്ഷാ ഔഷധികൾ പോലും 500% വരെ അമിത ലാഭം ഈടാക്കാനും രോഗികളുടെ ദുരിതത്തിന് മുകളിലൂടെ തങ്ങളുടെ കോർപ്പറേറ്റ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാനും ഇവർക്ക് യാതൊരു ഉളുപ്പുമില്ല, ഒരു മടിയുമില്ല, ഒരു മനസാക്ഷി കുത്തുമില്ല എന്ന് മനസ്സിലാക്കണം. ഇതിനേക്കാൾ ഭയാനകരമായ മറ്റൊരവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ തൊട്ടടുത്ത അയൽ സംസ്ഥാനമായ തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിൽ അവിടെ കുടിൽ വ്യവസായം പോലെ ഉണ്ടാക്കുന്ന അനധികൃത നിർമ്മാണ യൂണിറ്റുകളിൽ നിന്ന് വെറുതെ ഉണ്ടാക്കുന്ന മിഠായി, ചക്കരമിഠായി ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കുന്ന കുറെ വ്യാജ ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾ, ആ മരുന്നുകൾ കേരളത്തിലെ പ്രധാന ഫാർമസികളിലൂടെ അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറുകളിലൂടെയൊക്കെ യഥേഷ്ടം വിതരണം ചെയ്യുന്നു എന്നുള്ളതാണ്. വേണ്ട, സർക്കാർ തന്നെ വിതരണം ചെയ്തിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, യൂട്യൂബിൽ ഞാൻ 2009 മുതലുള്ള ആളാണ്. പക്ഷെ ഇത്രയധികം ഫേമസ് ആകുന്നതിന് മുമ്പ് ബ്ലോഗിലായിരുന്നു എഴുതിയിരുന്നത്. പണ്ട് മന്തുഗുളിക കൊടുത്തിരുന്ന ഒരു കാലം നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇവിടെ മന്തുഗുളിക വലിയ വിവാദമായിട്ട്, അത് തമിഴ്നാട്ടിൽ നിന്ന് ഇതുപോലെ ഒരു പെട്ടിക്കടയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് കൊടുത്ത ഒരു മരുന്നാണ്. ഞാനത് കൊടുത്തത് വിവരാവകാശം, ഇത് എന്തായി, ഇത് ഗുണമേന്മ ഉള്ളതാണോ എന്ന് പരിശോധിച്ച് റിസൾട്ട് വന്നപ്പോൾ ഒരു തരത്തിലുള്ള ഗുണമേന്മ ഇല്ല എന്ന് കണ്ടെത്തിയിട്ട് അത് കൊടുക്കലങ്ങോട്ട് നിരോധിച്ചു.
ഈ 3.5 കോടി ജനങ്ങളിൽ 1 കോടിയിൽ പരം പേർ തിന്നതിന് ശേഷമാണ് നിരോധിച്ചതെന്ന് മനസ്സിലാക്കണം. അത് തിന്നത് കൊണ്ട് മാത്രം എത്രത്തോളം പേർ ദുരിതത്തിലായിട്ടുണ്ടാവും എന്ന് കണ്ടറിയണം. ഏത് മന്ദം ഗുളിക ഞാൻ എഴുതിയിട്ടുണ്ട് എന്റെ ബ്ലോഗിലെ, മന്ത് ഗുളിക മന്ത്രിക്ക് പോലും വേണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അതായത് മന്ത്രി അത് വാങ്ങി, അത് കഴിക്കാതെ ബാഗിലിട്ടു, രണ്ടാമത് വാങ്ങി അടുത്ത് നിൽക്കുന്ന ആൾക്ക് കൊടുത്തു. ഇതൊക്കെ അന്ന് വലിയ വാർത്തയായതായിരുന്നു. എന്നാൽ അവിടെ കൊണ്ട് തീർന്നില്ല. അടുത്ത സർക്കാർ അധികാരത്തിൽ വന്നപ്പോ അതേ കമ്പനിയുടെ അതേ മരുന്ന് വീണ്ടും അതേ മന്ദരോഗത്തിന് കൊണ്ടുവന്ന് കൊടുത്തു എന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ കമ്മീഷൻ അടിച്ചു മാറ്റാനാണ്, ജനങ്ങളുടെ ആരോഗ്യം നോക്കാനല്ല ഇവിടുത്തെ ആരോഗ്യമന്ത്രി അടക്കം ആരും നിൽക്കുന്നതെന്ന് മനസ്സിലാക്കണം. കാരണം ഇവരൊക്കെ കമ്മീഷൻ പറ്റുന്നവരാണെന്ന് വേണം മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ ആദ്യം ഗുണമേന്മ ഇല്ലാത്ത മരുന്നാണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള മന്ത് ഗുളിക മന്ത്രിക്ക് പോലും വേണ്ടായിരുന്നു എന്ന് ഞാൻ എഴുതിയിട്ടുള്ള അന്നത്തെ അതേ മെഡിസിൻ അടുത്ത സർക്കാർ, അടുത്ത സർക്കാർ അതേ സർക്കാർ അല്ല എന്ന് മനസ്സിലാക്കണം. 5 വർഷം കൂടുമ്പോൾ സർക്കാർ മാറി വരുന്നതാണ്. തൊട്ടടുത്ത സർക്കാർ അധികാരത്തിൽ വന്നപ്പോ അതേ മരുന്ന് തന്നെ വാങ്ങിക്കൊടുത്തതും വീണ്ടും ഒരു മന്ത് വിശേഷം എന്ന് പറഞ്ഞ് ഞാൻ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊരു മാഫിയാണ്, അത് എല്ലാവരെയും സ്വാധീനിക്കുന്ന ഒരു മാഫിയ. ജനങ്ങളൊക്കെ പൊട്ടന്മാരാ. ഇവിടെ ഏറ്റവും ഫലപ്രദമായ ഗുണനിലവാര പരിശോധനകൾ ഇല്ല. കാരണം അതിന്റെ അഭാവം കൊണ്ട് ഇത്തരത്തിൽ വ്യാജ മരുന്നുകൾ കഴിക്കേണ്ടി വരുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ ജീവൻ കടുത്ത ആരോഗ്യ പ്രതിസന്ധിയിലേക്കും മരണത്തിലേക്കുമാണ് പോണത് എന്ന് മനസ്സിലാക്കണം. ഇതിനെല്ലാം പുറമെയാണ് അവയവ മാഫിയയുടെ സജീവ സാന്നിധ്യം. മസ്തിഷ്ക മരണമൊക്കെ ഒന്ന് നോക്കാണ്ട് എന്തുകൊണ്ടാണ് മരിക്കുന്നത് എന്ന്. കാടത്തം കേരളത്തിലെ അതീവ ഗുരുതരവും മനുഷ്യത്വരഹിതവുമായിട്ടുള്ള വലിയ ഒരു വിഷയമായിട്ട് നിലനിൽക്കുകയാണ് ഇവിടുത്തെ ആരോഗ്യ മേഖല എന്ന് പറയുന്നത്. സ്വകാര്യ കോർപ്പറേറ്റ് ആശുപത്രികളുമായിട്ട് അതീവ രഹസ്യമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മാഫിയ നെറ്റ്വർക്കുകൾ കടുത്ത സാമ്പത്തിക ബാധ്യതകളും കടക്കണിയിലും അകപ്പെട്ടു പോയ സമൂഹത്തിലെ നിർധനരും സാമ്പത്തികമായി ദുർബലരുമായിട്ടുള്ള സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും കണ്ടെത്തിയിട്ട് അവരെ പ്രലോഭനങ്ങളിലൂടെ വഞ്ചിക്കുകയും തുച്ഛമായ തുക നൽകി അവരുടെ അവയവങ്ങൾ കൈക്കലാക്കി കടത്തുകയും ചെയ്യുന്ന ക്രിമിനലുകളുള്ള നാട്. ഈ ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെയുള്ള ഉന്നത അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തലുകൾ, ഔദ്യോഗിക റിപ്പോർട്ടുകളൊക്കെ ഇത്തരം അപകടകരമായിട്ടുള്ള സംഘങ്ങളുടെ സജീവ സാന്നിധ്യം നമ്മുടെ ഈ സംസ്ഥാനത്ത് പലപ്പോഴായിട്ട് സ്ഥിരീകരിച്ചിട്ടുള്ളതാണ്. ഇതിനേക്കാളേറെ ഭീതിജനകമായിട്ടുള്ള മറ്റൊരു ആരോപണം അല്ലെങ്കിൽ ഒരു സംഭവം എന്ന് പറയുന്നത് വലിയ റോഡ് അപകടങ്ങൾ അല്ലെങ്കിൽ മറ്റ് അടിയന്തര സാഹചര്യങ്ങളോ പെട്ട് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ എത്തിക്കപ്പെടുന്ന രോഗികളെ രക്ഷിക്കാനായി ആത്മാർത്ഥമായി വൈദ്യസഹായം നൽകുന്നതിന് പകരം അവയവം മാറ്റിവെക്കൽ സർജറിക്കായി അവരെ ആസൂത്രിതമായി ബ്രെയിൻ ഡെത്ത് സംഭവിച്ചതായിട്ട് വ്യാജമായി പ്രചരിപ്പിച്ച് അവരുടെ ബന്ധുക്കളുടെ അനുമതിയോടെയോ അല്ലാതെയോ അവരുടെ വിലപിടിപ്പുള്ള അവയവങ്ങൾ കോടികൾക്ക് വൻകിടക്കാർക്ക് മറിച്ചു വിൽക്കുന്ന ക്രൂരമായ രീതികൾ പോലും ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ്. കാരണം അവരെ ചികിത്സിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് 5-10 ലക്ഷം പരമാവധി. പക്ഷെ അവരുടെ അവയവം വിറ്റ് കഴിഞ്ഞാൽ കിട്ടുന്നത് കോടികൾ. ഏതാണ് ലാഭം? അവിടെ ലാഭമാണ് നോക്കുന്നത്, അല്ലാതെ ഒരാളുടെ ജീവൻ രക്ഷിക്കുക അല്ലെങ്കിൽ ഒരാളെ രക്ഷപ്പെടുത്തുക, ജീവിതത്തിൽ തിരിച്ചുകൊണ്ടുവരിക, അതൊന്നുമല്ല. രോഗികളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും കണ്ണീരിനും ദുരന്തത്തിനും ലാഭം മാത്രം കണ്ട് പ്രവർത്തിക്കുന്ന ഈ അവയവ മാഫിയ തെമ്മാടി ശൃംഖലകൾക്ക് പിന്നിലെ ശക്തമായ രാഷ്ട്രീയ ഭരണ പിന്തുണ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ നിയമവ്യവസ്ഥയുടെ കണ്ണുവെട്ടിച്ച് സുരക്ഷിതമായി പ്രവർത്തിക്കുന്നതായിട്ടും നമുക്കറിയാൻ കഴിയും. അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാ ഇവർ പ്രവർത്തിക്കുന്നത്? വ്യാജ മരുന്നുകളുടെ വ്യവസ്ഥാപിതമായിട്ടുള്ള വിതരണം, കൃത്രിമമായി സൃഷ്ടിക്കപ്പെടുന്ന മരുന്ന് ക്ഷാമം, ഇതൊക്കെ സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തെ വലിയ പ്രതിസന്ധിയിൽ എത്തിക്കുന്നുണ്ട്. വേണ്ട, ഇവിടെ അടുത്തൊരു കൂട്ടക്കൊല നടന്നത് നമുക്കറിയാലോ, കൊറോണ. ഈ കൊറോണ സമയത്ത് കൊറോണ എന്തോ വലിയൊരു പ്രശ്നമാണ് എന്ന് പറഞ്ഞ് ഇല്ലാത്ത ശ്വാസമുട്ടലുണ്ടാക്കി, അതായത് ഓക്സിജൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? എമർജൻസി യൂസ് ഓഫ് മെഡിസിൻസ് 5 ഈ 5 കൊടുത്ത കൊറോണ രോഗികൾക്ക് മുഴുവൻ ശ്വാസ തടസ്സം ഉണ്ടായി. അവർക്ക് ഓക്സിജന്റെ പ്രശ്നം ഉണ്ടായി. ഒട്ടുമിക്ക ആൾക്കാരും മരണപ്പെട്ടു പോയി. ആ മരണങ്ങളൊക്കെ കൊറോണന്റെ മണ്ടയിൽ എടുത്തു വെച്ചു. എന്നാൽ ഇത്തരത്തിൽ വ്യാപകമായ മരണം റിപ്പോർട്ട് ചെയ്തപ്പോൾ ആ മരുന്നുകൾ 5 കൊടുക്കുന്നത് നിരോധിച്ചു, ഇല്ലേ? നിരോധിച്ചതിന് ശേഷം, അതായത് 10, 100, 200, 500, 1000 കൊറോണ രോഗികൾ മാത്രം ഈ സംസ്ഥാനത്ത് ഉണ്ടായിരുന്ന സമയത്ത് ഇത്രയധികം ഭീതികരമായിട്ടുള്ള മരണം സംഭവിച്ചത്, ലക്ഷക്കണക്കിന് കൊറോണ രോഗികൾ ഉണ്ടായപ്പോൾ എന്തേ ഒരാൾ പോലും ശ്വാസം മുട്ടി മരിക്കാത്തത്? എന്തേ ആരും ഒന്ന് ചോദിക്കാത്തത്? എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കണം. അത് കോഴിക്കോട് ഉൾപ്പെടെയുള്ള കേരളത്തിലെ പ്രധാന നഗരങ്ങളിലെ ജില്ലകളിലൊക്കെ വ്യാജം ഒരു മാനദണ്ഡവും പാലിക്കാത്ത മരുന്നുകൾ വളരെ സജീവമായിട്ട് വിതരണം ചെയ്യപ്പെടുന്നതായിട്ട് കൃത്യമായ വിവരങ്ങളുണ്ട്. ചില പ്രമുഖ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ വിപണി വിഹിതം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഡോക്ടർമാർക്ക് വിദേശ വിനോദയാത്രകളുണ്ട്, വൻതോതിലുള്ള ക്യാഷ് കമ്മീഷൻ ഉണ്ട്, സൗജന്യ സാമ്പുകളുണ്ട്, കാറുണ്ട്, ബൈക്കുണ്ട്, ഫ്രിഡ്ജുണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാ സംവിധാനവും ഉണ്ട്. അവർക്ക് എന്തൊക്കെ വേണോ അതൊക്കെ ചെയ്തു കൊടുക്കും. അങ്ങനെ എഴുതിയാൽ മതി. നിങ്ങളൊരു ക്ലിനിക്കിൽ ഒരു ചെറിയൊരു ചുമയായിട്ട് ചെന്ന് നോക്ക്, മിനിമം 5 മരുന്ന് അവർ എഴുതും. എന്തിനാണ് ഈ 5 എഴുതേണ്ട ആവശ്യം? ഒന്ന് ചിന്തിച്ചാൽ മതി. അവർ തരുന്ന ആ മെഡിസിനുകൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇല്ലാത്ത രോഗങ്ങൾ തനിയെ ഉണ്ടായിക്കോളും. അതായത് ഇവിടെ നടക്കുന്നത് രോഗ ചികിത്സയല്ല, രോഗം ഉണ്ടാക്കിയിട്ട് മനഃപൂർവ്വം രോഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കച്ചവട ചരക്കുകളാണ് ഞാനും നിങ്ങളൊന്ന് പറയുന്നത്. നമ്മളൊരു ക്ലിനിക്കിലേക്ക് ഒരു ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് മുന്നേ അവിടെ കയറാൻ ഒരു എക്സിക്യൂട്ടീവ് അവിടെ നിൽപ്പുണ്ടാവും.
അയാളുടെ ബാഗിൽ ആവശ്യമായ സൗജന്യ സാമ്പിളുകൾ ഉണ്ടാവും. ഇതൊക്കെ അങ്ങോട്ട് കൊടുത്ത് മരുന്ന് കൊടുത്തിട്ട് പ്രൊമോട്ട് ചെയ്യിക്കാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തുകയാണ്. ഇതിന്റെ ഫലമായിട്ട് രോഗികൾക്ക് യഥാർത്ഥത്തിൽ ആവശ്യമില്ലാത്തതോ ഒരു ഗുണനിലവാരം ഇല്ലാത്തതോ ആയിട്ടുള്ള ശരീരത്തിന് ഹാനികരമായിട്ടുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടുള്ള മരുന്നുകൾ ഡോക്ടർമാർ പരസ്യമായിട്ട് അങ്ങോട്ട് എഴുതി കൊടുക്കും. ഇതിനോടൊപ്പമാണ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലും പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളിലും പ്ലാനിങ്ങോടെ വളരെ ആസൂത്രിതമായി മരുന്ന് ക്ഷാമം സൃഷ്ടിച്ചിട്ട് പാവപ്പെട്ട രോഗികളെ പോലും സ്വകാര്യ ഫാർമസികളിലെ കൊള്ളവിലയ്ക്ക് തള്ളിവിടുന്ന ഒരു പ്രവണത ഉള്ളത്. അതായത് നമ്മുടെ പൊതു ആരോഗ്യ സംവിധാനം മോശമെന്നല്ല ഞാൻ പറയുന്നത്. ഗവൺമെന്റ് ആശുപത്രികളൊക്കെ ഓക്കെയാണ്. പക്ഷേ ഈ ഗവൺമെന്റ് ആശുപത്രികൾ മര്യാദയ്ക്ക് നടക്കരുത് എന്ന് ഇവിടുത്തെ മാഫിയ വിചാരിക്കുന്നു. അതിൽ കുറെ ഗവൺമെന്റ് ഡോക്ടർമാരും കുറെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും ഇവർക്കൊക്കെ അതിന്റെ പങ്കാളികളാണ്. കാര്യം ഇവർക്കൊക്കെ പണം കിട്ടുന്നുണ്ട്, സ്വകാര്യ മേഖലയിൽ നിന്ന് പണം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. ആലോചിക്കണം, ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് മെഡിക്കൽ കോളേജിലെ സർജിക്കൽ എക്യുപ്മെന്റ്സ് ഇല്ല എന്ന് പറഞ്ഞിട്ട് മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ തന്നെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് വലിയ വിവാദം ഉണ്ടായത്. ഇത് എങ്ങനെയാ ഇത് ഇല്ലാതായത്? എങ്ങനെ ആശുപത്രികളിലേക്ക് എക്യുപ്മെന്റ്സ് ഇല്ലാതായത്? അതേസമയം സ്വകാര്യ ആശുപത്രിയിലേക്ക് ഉന്തിത്തള്ളി പറഞ്ഞു വിട്ടിട്ടുണ്ട്. അതിന്റെ കമ്മീഷൻ ഇതിന്റെ ബന്ധപ്പെട്ടവർ അടിച്ചു മാറ്റുക അല്ല എന്ന് വല്ല ഉറപ്പുണ്ടോ? ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് പ്രവർത്തിക്കുന്ന സർക്കാർ മേഖലയിൽ അടിസ്ഥാന മരുന്നുകൾ പോലും ലഭ്യമാക്കാതെ സ്വകാര്യ മേഖലയിലെ മാഫികൾക്ക് കൊള്ള ലാഭം ഉണ്ടാക്കാൻ വേണ്ടി അവസരമൊരുക്കുന്നത് ജനങ്ങളുടെ ആരോഗ്യത്തോട് അല്ലെങ്കിൽ ജനങ്ങളുടെ അവകാശത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ വഞ്ചനയാണെന്ന് ആരാണ് ഇനി വിളിച്ചു പറയുന്നത്? ഇവരുടെ മുഖത്ത് നോക്കിയിട്ട്. മെഡിക്കൽ ഇൻഷുറൻസ് രംഗത്ത് കിടക്കുന്ന വൻ തട്ടിപ്പുകൾ വേറെ, വലിയൊരു മാഫിയുണ്ട്. ഈ ഒരു വ്യവസ്ഥയുടെ മറ്റൊരു സാമ്പത്തിക സ്രോതസ്സായിട്ട് നിൽക്കുന്ന മെഡിക്കൽ മാഫിയ. ഹെൽത്ത് ഇൻഷുറൻസ് പരിരക്ഷയുള്ള രോഗികൾ അവരാണ് ഈ ആശുപത്രികളിൽ ചെല്ലുന്നുണ്ടെങ്കിൽ അനാവശ്യമായിട്ടുള്ള അഡ്മിറ്റ് നടത്തും, അല്ലെങ്കിൽ വ്യാജ ടെസ്റ്റുകൾ, അമിത ബില്ലുകൾ, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇൻഷുറൻസ് കമ്പനിയെ രോഗിയും ഒക്കെ ഒരേപോലെ ചൂഷണം ചെയ്യുന്നുണ്ട് ഈ മെഡിക്കൽ മാഫിയ എന്ന് പറയുന്നത്. കഴിഞ്ഞ കോവിഡിലും ഉണ്ടായി. ആ കോവിഡ് മഹാമാരിയുടെ ഭീതിപരമായിട്ടുള്ള സാഹചര്യം, ആ സാഹചര്യത്തിൽ പോലും വ്യാജ വിവരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വൻതോതിൽ പണം തട്ടിയ ആശുപത്രികളില്ലേ? കണ്ടമാൻ ആശുപത്രി ഉണ്ടല്ലോ. ഡയഗ്നോസിസ് രംഗത്ത് പ്രമുഖ പാത്തോളജി ലാബുകൾ ഡോക്ടർമാർക്ക് 40% മുതൽ 50% വരെ റഫറൽ കമ്മീഷൻ നൽകി അനാവശ്യമായ ടെസ്റ്റുകൾ ചെയ്യിക്കുകയും ചിലപ്പോ വ്യാജ റിപ്പോർട്ടുകൾ വരെ നിർമ്മിക്കുകയും ചെയ്യുന്നുണ്ടോ എന്ന് വാർത്ത വന്നതല്ലേ ഇവിടെ? കേരളത്തിലെ നഗരങ്ങളിലെ വൻകിട കോർപ്പറേറ്റ് ആശുപത്രികൾ ഈ ആസൂത്രിത കൊള്ളയുടെ പ്രധാന കേന്ദ്രങ്ങളാണ് എന്ന നിരവധി പഠനങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലെ വെളിപ്പെടുത്തലുകളും വന്നിട്ടില്ലേ? എത്ര വീഡിയോകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ മാഫിയയുടെ ക്രൂരതയ്ക്ക് അന്ത്യം കുറിക്കണമെന്നുണ്ടെങ്കിൽ ശക്തമായ നിയമപരമായ ഇടപെടലും ജനകീയമായ ബോധവൽക്കരണവും അടിയന്തരമായി ഉണ്ടാകണം. ഏറ്റവും കൂടുതൽ വേണ്ടത് തങ്ങളെ വോട്ട് തന്ന് വിജയിപ്പിച്ച ജനങ്ങൾ, ആ ജനങ്ങളോടുള്ള പ്രതിബദ്ധതയാണ് വലുത് എന്ന് നമ്മൾ ജയിപ്പിച്ചുവിട്ട അധികൃതർക്ക് ഈ സർക്കാരിന് തോന്നണം. അവർക്ക് ഈ ആരോഗ്യ മേഖല ഇങ്ങനെയുള്ള അഴിമതികളും കൂത്തരങ്ങാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ അടിയന്തരമായി നിർത്താനുള്ള ഇടപാടുകൾ ചെയ്യണം. അതിന് പറ്റൂല. ഇമ്മിണി വരയ്ക്കും, മുട്ടു വരയ്ക്കും, കിണുങ്ങാമണി ചിലപ്പോൾ അരിഞ്ഞുകൊണ്ട് പോകും. ഇവിടെ 1 വർഷം 2 വർഷം ഉപയോഗിച്ചതിന് ശേഷമാണ് പല മരുന്നുകളും ഗുണനിലവാരം ഇല്ല എന്ന് പറഞ്ഞിട്ട് നിരോധിക്കുന്നത്. അതുവരെ കഴിച്ച മരുന്നുകൾ നമുക്കറിയാലോ. ഈ അടുത്ത കാലത്ത് വേദനയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്തിരുന്ന ഒരു ഗുളിക, പാരസെറ്റമോൾ പോലെ ഉപയോഗിച്ചിരുന്ന ഒരു ഗുളിക നിരോധിച്ചത്. അടുത്ത നമുക്ക് അറിയാമല്ലോ, നെബൂസുലിൻ എന്ന് പറയുന്ന ഒരു മെഡിസിൻ നിരോധിച്ചത് എന്തിനു വേണ്ടിയിട്ടാ? കരൾ തീർന്നു പോവാണ്. എത്ര കരൾ രോഗികൾ ഇവിടെ ഉണ്ടായി? 30 കൊല്ലം ഉപയോഗിച്ചിട്ടാണ് നിരോധിച്ചത്. ഈ 30 കൊല്ലത്തിനിടയിൽ എത്ര കരൾമാറ്റ സർജറി നടന്നിട്ടുണ്ടെന്ന് ചിന്തിച്ചാൽ മതി. അത്തരത്തിൽ കരൾമാറ്റ സർജറി നടക്കുമ്പോൾ അതിന്റെ വേദന മാറാൻ കൊടുക്കുന്നത് ആ കരൾ രോഗമുണ്ടാക്കിയ അതേ മരുന്നാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇല്ലേ? ഇതിവിടെ നടന്ന കാര്യമല്ലേ? സ്വകാര്യ ആശുപത്രികളിലെ ബില്ലിംഗ് സിസ്റ്റം അത് ഏകീകരിക്കണം. അവയവദാനത്തിന്റെ നിയമങ്ങൾ കർശനമാക്കണം. സർക്കാർ മേൽനോട്ടത്തിലാക്കണം അത്. ഇങ്ങനെ അടിയന്തര നടപടികൾ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ മാത്രമേ പറ്റുള്ളൂ. നിശ്ചയിക്കപ്പെട്ട ചികിത്സകളിൽ സംശയമുണ്ടെന്നുണ്ടെങ്കിൽ മറ്റൊരു ഡോക്ടറുടെ രണ്ടാമത്തെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ തേടാനുള്ള ഒരു അവകാശത്തെക്കുറിച്ച് രോഗികളിൽ കൃത്യമായ ബോധവൽക്കരണം നടത്തണം. കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ ലാഭക്കൊള്ളയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ഭരണകൂടവും പൊതുസമൂഹവും ഒന്നിച്ച് നിലകൊണ്ടേ മതിയാവൂ. സമയം കഴിഞ്ഞു. ദേവാൻഷ് എന്ന കുഞ്ഞിന്റെ മരണം പോലെയുള്ള ദാരുണമായ ദുരന്തങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ ഈ അഴിമതി നിറഞ്ഞ ഈ സമ്പ്രദായത്തിന്റെ മൂല കാരണങ്ങൾ മുളയിലേ നുള്ളാൻ നമുക്ക് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിലും വേരോടെ പിഴുതെടുക്കാൻ നമുക്ക് കഴിയണം. ജനങ്ങളുടെ ജീവനും ആരോഗ്യവും വെറും ബിസിനസ് ചരക്കാക്കി മാറ്റുന്ന ഈ മാഫിയക്കെതിരെ അതിശക്തമായ സമരം, അതിശക്തമായ ശബ്ദം ഉയരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇത് നമ്മുടെ ജനപ്രതിനിധികളോട്, നമ്മുടെ ഭരണകർത്താക്കളോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട സമയം അതിലേറെ വൈകിയിരിക്കുന്നു. Different angles. Don't forget to subscribe and support this channel.